മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് ഏറ്റവും നല്ല മാതാപിതാക്കളെക്കാൾ നല്ല അധ്യാപകരില്ല. ഏറ്റവും നല്ല ഭവനത്തേക്കാൾ നല്ല വിദ്യാലയവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ സത്യമാണ്. എല്ലാവരും ഒരുപോലെ ജനിച്ചു വീഴുന്നെങ്കിലും പലരും പല രീതിയിലുള്ള സ്വഭാവക്കാരായിട്ട് മാറുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരുപോലാണ്. പക്ഷേ അവർ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. കാരണം ആരും തമ്മിൽ പരസ്പരമായിട്ടുള്ള ആ ഒരേ രീതിയിലുള്ള ഒരു സ്വഭാവമല്ല ഈ ബാക്കി അത് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ആ വീടുകളുടെ കുഴപ്പമാണ് യഥാർത്ഥത്തിൽ. ഭവനത്തിൻ്റെ രക്ഷാകർത്താക്കളുടെ കുഴപ്പമാണ്, മാതാപിതാക്കളുടെ. ഇവിടെ അത് ഞാൻ പറയാൻ കാരണം, അത് എങ്ങനെ അന്തസ്സായിട്ട് പെരുമാറണം സമൂഹത്തിൽ എന്നുള്ളതൊന്ന് പഠിപ്പിക്കുക എന്നുള്ളത് രക്ഷാകർത്താക്കളുടെ, മാതാപിതാക്കളുടെ ചുമതലയാണ്. സമൂഹത്തിൽ അവൻ എങ്ങനെ ഇടപെടണം, അല്ലെ ഇവളെങ്ങനെ ഇടപെടണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക, പറയുക. അത് ആ വീട്ടിൽ തന്നെ കാണണം. ആ കാഴ്ച അത് കാണുന്നത് കുഞ്ഞുങ്ങൾ അതുപോലെ പഠിക്കും. വീട്ടിലെ മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പരസ്യമായിട്ട് കുഞ്ഞുങ്ങൾ കാണാൻ മദ്യപിക്കുന്നിരിക്കട്ടെ, കണ്ട കുറച്ച് കഴിയുമ്പോൾ അവന് ഒരു ഗ്ലാസ് എടുത്ത് അവിടെ കൊണ്ടുവെക്കും. അത് നിർബന്ധമാണ്, അതങ്ങനെ ചെയ്യും. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതൊരിക്കലും മാറത്തില്ല. കുഞ്ഞുങ്ങൾ ഇത് കാണുന്നതേ അവർ പഠിക്കുള്ളൂ. അത് അവർ പഠിച്ചിരിക്കും. അവരുടെ സ്വഭാവം ആ രീതിയിലേക്ക് പോകും. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ പാലക്കാടുള്ള ഒരു സ്കൂളിൽ, അവിടെ മൊബൈൽ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. അവനെ അവിടെ ഈ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല. ആ സ്കൂളിൽ അവിടുത്തെ ഒരു നിർദ്ദേശമാണ്, അത് കൊണ്ടുവരാൻ പാടില്ല. കാരണം അത് പറയുന്നതിൽ വലിയ അർത്ഥമുള്ള കാര്യങ്ങളാണ്. കാരണം മൊബൈൽ കൊണ്ടുവന്ന കുട്ടികൾ ഇതിനകത്ത് നോക്കിയിരുന്ന സമയം കളയും. ബാക്കിയുള്ള കുട്ടികളും ഇതിനകത്തോട്ട് വരും, വലിയ പ്രശ്നമാവും. അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞത്. ആ നിർദ്ദേശമൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരുത്ത മൊബൈലും കൊണ്ട് സ്കൂളിൽ വന്നപ്പോൾ ഇത് ക്ലാസ് ടീച്ചർ നോക്കിയപ്പോൾ ഇത് കണ്ടുപിടിച്ചു. ക്ലാസ് ടീച്ചർ അത് പിടിച്ചെടുത്തിട്ട് ഈ സാധനം കൊണ്ട് ഇന്ന് പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചു. അവസാനം ഇവൻ നേരെ അങ്ങോട്ട് ഇന്ന് സ്റ്റാഫ് റൂമിലോട്ട് കയറി ഈ ടീച്ചറെ എടുത്ത് ആദ്യം അങ്ങ് തട്ടി കയറി. അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. തരാൻ ഒക്കത്തില്ല. കാരണം അത് സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനം സ്കൂളിൽ കൊണ്ടുവന്നു, അത് പിടിച്ചെടുത്താണ്. അപ്പോൾ അത് കിട്ടിയേ അടങ്ങും, ഇല്ലെങ്കിൽ കാണിച്ചുതരുമെന്ന് പറഞ്ഞു. എന്തോ കാണിച്ചുതരുമെന്ന് ചോദിച്ചു. നിന്നെ ഞാൻ കൊല്ലുമെന്നാണ്. ഈ പ്രിൻസിപ്പൽ അടുത്തും ടീച്ചറുടെ അടുത്തും പറഞ്ഞ വർത്തമാനമാണ്, അധ്യാപകന്റെ അടുത്തും പറഞ്ഞാണ്. വെളിയിലോട്ട് ഇറങ്ങി എന്നെ കൊല്ലുമെന്ന്. ഇത് പറയാനിടയാവുന്ന നമ്മൾ കണ്ടതാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ കാണണം. ഈ അടുത്ത സമയത്തല്ലേ ഒരു 14 വയസ്സുള്ള ഒരുത്തനെ 24കാരനെയോ 25 വയസ്സുള്ളവനെയോ 37 വയസ്സോ ഏതാണ്ടുള്ള ഒരുത്തനെ കുത്തിക്കൊന്നത് നമ്മൾ കണ്ടതാണ്. എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ ഇരിക്കാൻ പാടില്ല. കാരണം അവിടെ ഇരുന്ന് വിചാരിച്ച വല്ല ഡ്രഗ് എങ്ങാണോ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ച് മറ്റവനൊന്ന് പറഞ്ഞതാണ്. അവനൊരാവശ്യമില്ലത് ഇടപെട്ടിട്ട്. പക്ഷേ അവൻ നോക്കിയപ്പോൾ പിള്ളേർ അവിടെ ഇരിക്കുന്നു. പറഞ്ഞപ്പോൾ എന്തോന്നറിയാം, ഇവിടെ ഇരുന്ന് എന്തോ ചെയ്യുന്ന ഒറ്റ കുത്താണ്. അന്നേരം അവൻ മരിച്ചു. ഈ രീതി ഒരു 14 വയസ്സുകാരൻ നടത്തിയ കൊലപാതകമാണ് ഞാൻ പറഞ്ഞു. ഈ രീതിയിലുള്ള പെരുമാറ്റത്തോടുകൂടി വന്നാൽ ഇവനൊക്കെ എത്ര വലിയ ക്രിമിനൽസ് ആവുമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. ഇവിടെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കൊലപാതകങ്ങളും എല്ലാം, കൊള്ളയും കൊലപാതകങ്ങളും എല്ലാം ഈ ഡ്രഗിന്റെ പുറത്തല്ലേ. ഇപ്പൊ ആ ഡ്രഗിനെ പോലെ തന്നെ മാരകമാണ് പലപ്പോഴും ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതായിട്ട് മാറി. ഒരുപാട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു കൊച്ചുമോൻ അമ്മുമ്മയെ അടിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത് മൊബൈൽ ഫോൺ ഇല്ലാതെ. കാരണം ഇവർക്കൊരു മാനിയായിട്ട് അങ്ങ് മാറും. ഈ കുട്ടികൾക്ക് സ്ക്രീൻ ടൈമിന് കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് കൊടുത്തു പോയാൽ, അത് കൂടിപ്പോയാൽ അവൻ്റെ സ്വഭാവം മുഴുവൻ വൈകല്യമുള്ളതായിട്ട് മാറും. അത് 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 നമുക്ക് മനസ്സിലാക്കാൻ കാര്യം എന്തെന്നറിയാം. അത് പലപ്പോഴും അധ്യാപകർ തിരിച്ചറിയും ഇത് കാര്യം. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ ഒരു കൊച്ചുമോൻ തന്നെ എൻ്റെ അടുത്ത് മോളെ സണ്ണില്ലായും വിളിച്ചിട്ട് ആ ടീച്ചേഴ്സ് ചോദിച്ചു, ഈ ഫോൺ കൊടുക്കുന്നുണ്ടോ കുഞ്ഞിന്? അയ്യോ ഉണ്ട്, കൊടുക്കരുത്. കാരണം എന്താണെന്നറിയാം, അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അത് വളരെ കുഞ്ഞുനാളിലാണ്. അതോടുകൂടി അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പറഞ്ഞു, ഇനി മേലാ തരത്തില്ല, നിനക്ക് കളിക്കണ്ട, മൊബൈൽ കൊണ്ടുള്ള കളി വേണ്ട, ആ പരിപാടിയൊന്നും വേണ്ട. പിന്നെ വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു ടൈമുണ്ട്.
അരമണിക്കൂർ എടുത്ത് വെച്ച് നോക്കിക്കോണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ ഇരിക്കുന്നിടത്ത് കൊണ്ടുവച്ചോണം. അവന്മാർ അച്ചട്ടായിട്ട് അത് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മുടെ വീട്ടിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ രീതിയിൽ അവരെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ യവനെ അധ്യാപകനെ തല്ലിക്കൊല്ലുമെന്ന് പറയാനുള്ള ഒരു ബോധം ഉണ്ടായല്ലോ. ഇതൊക്കെ എങ്ങനെ വരുന്നതാണ്? ഇതിനകത്തേക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നത് പഴയ പോലുള്ള ഗെയിംസ് ഒന്നും അല്ല. ഇപ്പോൾ എല്ലാം വെടിവെച്ച് കൊല്ലുന്നതും ഇതും ഇതാ കാണുന്നത്. അപ്പോൾ നമ്മൾ സിനിമ വെക്കുന്നത് പോലെ ഉള്ളൂ. അതിനകത്തെല്ലാം വെടിവെച്ച് വല്ലവനെയൊക്കെ കൊല്ലുന്നത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു ലിബറലായിട്ട് ആ രീതിയിലൊന്നും കാണിക്കാൻ പാടുള്ളതല്ല, കാണിക്കത്തില്ലായിരുന്നു. ഇപ്പോഴങ്ങനല്ല. ഇപ്പം മണ്ടയടിച്ച് കയറി കൊല്ലുന്നതും കേട്ടോ, തല വെട്ടിയെടുത്ത് ദൂരെ എറിയുന്നതും ഇതൊക്കെ നമ്മൾ സിനിമ പോലും കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വിഷ്വൽ മീഡിയയിലും ഒക്കെ വന്നുപോയി. ആ രീതിയിലായി. ഈ മൊബൈൽ ഫോണിലുള്ള ഈ കലാപരിപാടികളുണ്ടല്ലോ, ഗെയിംസ്, ഈ ഗെയിംസ് മൂലം എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയാം. എത്ര കുഞ്ഞുങ്ങൾ ഭ്രാന്ത് ആയിട്ട്, അതായത് അപസ്മാരം പോലുള്ള അസുഖമായിട്ട് ചികിത്സയിൽ ഇപ്പോഴും കിടക്കുന്നുള്ളതറിയാം. നമ്മൾ തിരിച്ചറിയണം. കാരണം അവരെ മനസ്സ് മുഴുവൻ തിരിഞ്ഞു പോകും. സമയത്ത് നമ്മൾ ഇടപെടണം. ഈ പറഞ്ഞ കുട്ടിയുണ്ടല്ലേ, ഈ 11ാം ക്ലാസ്സുകാരൻ, അവൻ്റെ അധ്യാപകനോടാണ് അവൻ പറഞ്ഞത്, നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ സംസ്കാരം അതല്ലേ. ഗുരുക്കന്മാരോട് ഈ രീതിയിലാണോ പെരുമാറാൻ പറ്റുന്നത്? ഇതിപ്പോ ഗുരുക്കന്മാരാരും ഇപ്പൊ ശ്വാസിക്കുമോ? അവർ ശ്വാസിക്കത്തില്ല. ഇപ്പൊ അവർക്ക് ഭയമാണ്. അധ്യാപകർക്ക് ഭയമാണ് ഇപ്പോൾ കുട്ടികളോട് ഇടപെടാൻ പലപ്പോഴും. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടിന് അവൻ പറയുന്ന വർത്താനം ഇതാണ്. അല്ലെങ്കിൽ അവൻ നേരെ അവൻ്റെ വീട്ടിൽ പോയി പറയും. അവരുകൊണ്ട് ഇന്ന് കേസ് കൊടുക്കും. ഒരധ്യാപിക ഒരിക്കൽ, അത് ചെയ്യാൻ പാടുള്ളതല്ല, ഒരു കുട്ടിയെ ഏതാണ്ട് ഒരു ചെറിയ കമ്പ് വെച്ചാൽ കണ്ടു 2 അടി കൊടുത്തു, അല്ലെ സ്കെയിൽ വെച്ചോ എന്താണ്ട് കൊടുത്തു. പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന ഡെസ്കിന്റെ മേളിൽ കയറി എന്ന് തുള്ളിയതിനാണ് ആ ചെയ്തത്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെസ്കിന്റെ പുറത്ത് കയറി എന്ന് ഡാൻസ് കളിച്ചതിനാണ് ചെയ്തത്. അപ്പോൾ പിന്നെ അത് ഈ മേശപ്പുറത്ത് ഡാൻസ് കളിക്കുന്ന പരിപാടികൾ നമ്മുടെ നേതാക്കന്മാർ വരെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അത് ചെയ്യാൻ പാടുള്ളതല്ല, അവർ ചെയ്തു. അതിനും ഉണ്ടല്ലോ അവർ മുൻകൂർ ജാമ്യം എടുക്കാൻ അവസാനം ഹൈക്കോടതി വന്നാണ് അവർ ജാമ്യം എടുത്ത് രക്ഷപ്പെട്ടു പോയത്. അതാണ് ഞാൻ കാര്യം. ഇതിപ്പോ ആളുകളുടെ മനസ്സൊക്കെ ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ആർക്കും ആരെയും ബഹുമാനവും ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാടായപ്പോൾ കൊണ്ടാണ്, ഇത് കാണുന്നത് കൊണ്ടാണ് യവൻ പോയിട്ട് അവൻ്റെ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ ടീച്ചറുടെ അടുത്തും ഇറങ്ങിയ കാണിച്ചു കൊടുക്കാം, കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ കൊല്ലുമെന്ന് ഇതാ പറഞ്ഞേക്കുന്നത്. ഈ കൊല്ലുമെന്ന് പറയുന്ന ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ്റെ പേര് അവർ പരാതി കൊടുത്തു. ഇനി അത് കേസെടുക്കും. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് 18 വയസ്സിന് താഴെ പ്രായമുള്ളത് കൊണ്ട് ഏറെ വലിയ നടപടികൾ വരുത്തുക. 18 വയസ്സിന് താഴെ ആയിരിക്കും ആണെങ്കിൽ അവന് വലിയ നടപടികളില്ല, എന്നാലും മോശമല്ല, കേസൊക്കെ വരും. മിക്കവാറും അത് അങ്ങനെയുള്ള ഹോംസിലൊക്കെ വസിക്കേണ്ട ഗതികേടും വരും. ഈ രീതിയിലാകരുത് കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ആക്കരുത്. ഇത് നമ്മൾ തന്നെയാണ് ആക്കുന്നത്. മാതാപിതാക്കളാണ്, ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. അടുത്തൊരു തലമുറ തന്നെ നശിച്ചു പോകും. ചെയ്യരുത്.